പിടിക്കണമെങ്കിൽ പട്ടിക മാത്രം പോരല്ലോ, വെടിവെക്കാനുള്ള സാധനം കൂടെ വേണമല്ലോ. അത് പിടിച്ചെടുത്തിട്ടുണ്ടോ? അത് പിടിച്ചെടുത്തിട്ടില്ല, അതവിടെ ഇല്ല, അത് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. വാള്, തുരുമ്പിച്ച വാള്, ഒരു വാളാണ്. 21 ആളുകളെ വെട്ടിപ്പരിശീലിക്കാൻ ഒരു കഷ്ണം വാള് ഇവിടുന്ന് വൈകുന്നേരം പ്രത്യക്ഷപ്പെടുകയാണ്. ബോംബ് പരിശീലനം നടത്തി. എവിടെ? ഒരു കെട്ടിടത്തിൽ, ആൾതാമസമുള്ള ഒരു പ്രദേശത്തെ ഒരു കെട്ടിടത്തിന്റെ അകത്ത് ബോംബ് പരിശീലിച്ചു. ബോംബ് ഇങ്ങനെയാണ് ഒരു ആൾക്കൂട്ടത്തില്, ഒരു ആൾതാമസമുള്ള വമ്പിച്ച ജനവാസമുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഒരു ബോംബ് ഉണ്ടാക്കിക്കൊണ്ട് പരിശീലിക്കുക? ഇത് പറയുന്ന ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയാത്ത ആളുകളോ ബോംബ് ഉണ്ടാക്കാത്ത ആളുകളോ കാണാത്ത ആളുകളോ അല്ലല്ലോ. അപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബോംബ് നിർമ്മാണം, ബോംബ് പരിശീലനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, 21 പേരിൽ നിന്ന് സൈലന്റ് മോഡിലാക്കിയ 19 മൊബൈൽ ഫോണുകളും അതിസാഹസികമായിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചെടുത്തു. ചില പത്രക്കാരൊക്കെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്, സംശയം ഉന്നയിച്ചിട്ടുള്ളത്, 21 ആളുകൾക്ക് ചുരുങ്ങിയത് 25 ഫോണെങ്കിലുമുള്ള കാലഘട്ടത്തില് 21 ആളിൽ നിന്ന് 19 ഫോൺ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി പോലീസ് ഏമാന്മാർ മുക്കിയിരിക്കാനുള്ള സാധ്യത ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. കാരണം പോലീസുകാർ അത്ര ഇച്ഛികളാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഈ വാർത്ത കേട്ടപ്പോ ആരൊക്കെയാണ് വരുന്നത്? മഹാരാഷ്ട്രയെന്നോ ആന്ധ്രാപ്രദേശെന്നോ കർണാടകയെന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ വമ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാര് ലെൻസുമായിട്ട് വന്ന് പരിശോധിക്കാൻ. ഈ സ്ഫോടനത്തിന് ബാംഗ്ലൂരുമായി ബന്ധമുണ്ടോ? ഈ സ്ഫോടനത്തിന് ഹൈദരാബാദുമായി ബന്ധമുണ്ടോ? അമേരിക്കയിൽ പോലീസ് വരാൻ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ നടന്ന ബോസ്റ്റൺ ബോംബ് സ്ഫോടനവുമായിട്ട് നാറാത്ത ബോംബിന് വല്ല ബന്ധമുണ്ടോ എന്നൊരു അന്വേഷണമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഇത് കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഗൾഫിലേക്ക് ഈ നാറാത്ത് പിടിച്ചെടുത്ത ചെറുപ്പക്കാരിൽ പല ആളുകൾക്കും ഗൾഫിലേക്കും ഗൾഫിൽ നിന്നും ഫോൺ വന്നിട്ടുണ്ട്. ഇത് എഴുതി പിടിപ്പിക്കണതാരാ? സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ ആരും ഗൾഫിൽ പോകാത്ത ഏതോ ഒരു പാവപ്പെട്ട അസൂയക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാം. ഞങ്ങൾക്ക് ഗൾഫിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്. ഇറാന്റെ പാസ്പോർട്ട് കണ്ടെത്തി. അല്ലാ, നമ്മളൊക്കെ ആകെ ബേജാറായതാ. ഇറാനൊക്കെ ആള് വന്നിട്ട് നാറാത്ത് പരിശീലനം. പോപ്പുലർ ഫണ്ടുകാർക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു പരിശീലനം കണ്ണൂർ ജില്ലയിൽ കൊടുക്കുന്നുണ്ടോന്നാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടത്. അവസാനം അന്വേഷിച്ചു പോയെന്ന് പറഞ്ഞ ഇറാൻ എന്ന് പറയും. ഇറാന്റെ ഒരു ചെറിയ പ്രദേശമുണ്ട് ഗൾഫില്. ഇറാന്റെ പ്രദേശത്തിലേക്ക് പോയിട്ട് ആൾക്കാർ ഗൾഫിൽ നിന്ന് ഇങ്ങനെ താമസിക്കുമ്പോൾ വിസ മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയി വരും. കിഷ് എന്ന് പറയുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് ജീവിത ചെലവും അങ്ങോട്ട് പോയി വരാനുള്ള, പിന്നെ വിസ മാറ്റാനൊക്കെ ചെലവ് കുറവായതുകൊണ്ട് അവിടെ പോയി കുറച്ച് താമസിച്ചിട്ട് വിസ മാറ്റി വരും. അങ്ങനത്തെ ഒരു പ്രദേശം